കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവൻ നമ്മൾ അകത്തോട്ട് കേട്ടാൽ നോക്കും. യൂട്യൂബിൽ കാണുന്നതും ബുക്ക് വായിക്കുന്നതും എല്ലാത്തിനും അകത്തോട്ട് നമ്മൾ ഒത്തിരി കിട്ടും. അക്കാഡമീസും സഹായിക്കുന്നത് അത് തന്നെയാണ്. നമ്മളെ ഇപ്പം നിൽക്കുന്ന നമ്മളിൽ ഇച്ചിരി നമ്മൾ വളരെയധികം ഇച്ചിരി സ്പീഡിലോട്ട് പോകാനായിട്ട് അല്ലാതെ 5-6 മാസത്തെയോ 7-8 മാസത്തെയോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് പറ്റുവാണെങ്കിൽ പ്രിൻറ്റിങ് എടുക്കുക. സിസ്റ്റം ബിൽഡ് ചെയ്യാൻ മാത്രമാണ്. സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഇൻഫർമേഷൻ നമ്മളിവിടെ പോകണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, കഷ്ടപ്പെടാണ്. സോ ഇതിലൂടെ ഞാൻ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അടുത്ത 2025 വരാൻ പോവുകയാണ്. സോ ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾ ഈ ട്രേഡിങ് മാത്രം ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാണ്. ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും ട്രേഡിങ് എങ്ങനെയാണ് പഠിക്കുന്നത്. ശരിക്കും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് എന്താണ് ശരിക്കും പഠിച്ചാലേ നമുക്ക് ട്രേഡിങ് വിജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രേഡിങ് ഗൈസ് ഞാൻ പറയാം. എൻ്റെ ലൈഫിൽ ഞാൻ 4-5 വർഷമായിട്ട് ട്രേഡിങ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും പ്രോഫിറ്റബിൾ ആയെന്ന് ഞാനൊന്നും പറയുന്നില്ല. അതിനകത്ത് എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വിചാരിക്കും ബാക്കി എല്ലാത്തിലും പോലെ തന്നെ, അല്ലെങ്കിൽ ബാക്കി എല്ലാ സ്കില്ലും പോലെയും കുറേ സമയം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കാം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ മുക്കാൻ വരും. അതിനോട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നു. ഓക്കെ, ട്രേഡിങ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ കുറച്ച് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. സോ ട്രേഡിങ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്താ അറിയാമോ? ഞാൻ ചെയ്ത വലിയ തെറ്റാണ്. കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവൻ നമ്മൾ അകത്തോട്ട് കേട്ടാൽ നോക്കും. യൂട്യൂബിൽ കാണുന്നതും ബുക്ക് വായിക്കുന്നതും എല്ലാത്തിനും അകത്തോട്ട് നമ്മൾ ഒത്തിരി കയറ്റും. എന്നിട്ട് നമ്മളെല്ലാം അവസാനം നമ്മൾ ഇങ്ങനെ ഒരു കടൽ പോലെ കുറേ ഇൻഫോർമേഷൻ മേടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണം, എങ്ങനെ പോകണമെന്ന് ഐഡിയ ഇല്ലാണ്ടിരിക്കുന്നവരായിരിക്കും നമ്മൾ ഭൂരിഭാഗം വരും. സോ ഗൈസ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലേ നിങ്ങൾ ട്രേഡർ ആവും എന്നുള്ളത് ഇല്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ട്രേഡേഴ്സ് അക്കാഡമീസൊക്കെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, ഇല്യൂഷൻ ഇത് ഇങ്ങനെ ഒരു സംഭവം. ബട്ട് പോയ ഗുണമില്ലെന്നല്ല, ഗുണമുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ഫാർ ഫ്രണ്ടിലോട്ട് പോകും. അല്ലാതെ അക്കാഡമി പഠിച്ചവർക്ക് മാത്രമാണോ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇച്ചിരിയും കൂടെ ഫാർ ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. എല്ലാത്തിനും എല്ലാ അക്കാഡമീസും സഹായിക്കുന്നത് അത് തന്നെയാണ്. നമ്മളെ ഇപ്പം നിൽക്കുന്ന നമ്മളിൽ നിന്ന് നമ്മൾ വളരെയധികം ഇച്ചിരി സ്പീഡിലോട്ട് പോകാനായിട്ട് അല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരിക്കലും വിചാരം ഉണ്ടായിരിക്കരുത് ട്രേഡിങ് ഞാൻ അക്കാഡമിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആവുന്നു. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാം. നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫോറക്സ് ആണെങ്കിൽ ഫോറക്സ്, ഇനിയും എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഇപ്പം ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി, അല്ലെങ്കിൽ നിഫ്റ്റിയിലാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് ആണെങ്കിൽ റെഡി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക്സ് എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് പഠിക്കുക. ഇതെന്താണ്, ഇതിങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഈ യൂസ് ചെയ്യുന്നത് മീൻസ് ഇൻഫർമേഷൻ, ആ ബേസിക് ഫൗണ്ടേഷൻ കിട്ടുന്നതും അതിനെ യൂസ് ചെയ്യാൻ പോകുന്നതും ഭയങ്കര എൻ്റെ ഡിഫറെൻറ്റാണ്. ബേസിക് ഫൗണ്ടേഷൻ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കിട്ടിലുമാക്കി ഞാൻ ഒരു സീരീസ് വേണമെങ്കിൽ റെഡിയാക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ്, ഇതൊക്കെയാണ് പരിചയം, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ട് പടയുന്നൊരു ക്രാഷ് കോഴ്സ്. അതായത് നിങ്ങൾക്ക് എല്ലാ സംഭവം അതിൻ്റെ 80% കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയടി ഒരു 10-15 വീഡിയോയിൽ നിങ്ങൾക്കെല്ലാം കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നും എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ആവും എന്നുള്ള കാര്യം ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് ശരിക്കുള്ള പ്രാക്ടീസ് നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, നിങ്ങൾ ഒരു പെയറിനകത്ത് ഫോക്കസ് ചെയ്യുന്നു. ചാർട്ടാവാം, എന്തും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പെയർ ആയിക്കോട്ടെ. സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം, സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങളിങ്ങനെ കാണാം, നിങ്ങളെ കഴിഞ്ഞ ഒരു 5-6 മാസത്തെയോ 7-8 മാസത്തെയോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് പറ്റുവാണെങ്കിൽ പ്രിൻറ്റിങ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ പേപ്പർ മുഴുവൻ അങ്ങോട്ട് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രമിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ആവുന്നുണ്ട് എന്നൊരു പാറ്റേൺ നിങ്ങളുടെ ഉള്ളിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ അത്രയും കഷ്ടപ്പെടാൻ വയ്യാത്തവർക്കാണെങ്കിൽ യൂട്യൂബിൽ കുറേ അധികം സ്ട്രാറ്റജി എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ ആ ഒരു പേപ്പറിൽ മുഴുവൻ ഇംപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ ലാപ്പിൽ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിനെയാണ് ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു ചാർട്ടിൽ ഇരുന്ന് ഒരു ഏതെങ്കിലും ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, ആ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഉള്ള ബേസിക് തൊട്ടിൽ ഏതെങ്കിലും ബേസിക് സ്ട്രാറ്റജി എടുക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം എന്താണ്, ഇപ്പം കൺസോളിഡേഷൻ ബ്രേക്ക് ഔട്ട് ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്രയാങ്കിൾ പാറ്റേൺ ആയിരിക്കും, പല കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ഒന്നിനെടുക്കുക. അത് നിങ്ങൾക്ക് എടുത്തിട്ട് അതെല്ലാം ആ ഒരു ചാർട്ടിലോ അല്ലെങ്കിൽ ആ ഒരു ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനെ നിങ്ങളിങ്ങനെ ആ ഒരു സിസ്റ്റമൈസ് ആക്കി. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇത് ഇന്ന ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ഇത് ഇന്നയാണ്, ആ ഒരു സിസ്റ്റം നിങ്ങൾ ചെയ്ത് ആ സിസ്റ്റത്തിന് മേളിൽ നിങ്ങൾ ട്രേഡ് എടുക്കാനല്ല പറഞ്ഞാൽ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതെങ്ങനെ ഉണ്ട്, എത്ര വട്ടം, അതിനകത്തുനിന്ന് ഒരു ഡേറ്റ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കൺസെപ്റ്റ് മനസ്സിലായി. ആദ്യം നമ്മളൊരു സ്ട്രാറ്റജി, ബേസിക് സാധനം സ്ട്രാറ്റജി ഇട്ട് ഈ സ്ട്രാറ്റജി നിങ്ങൾ അതിനകത്തോട്ട് ഓടിച്ച് നിങ്ങൾ തന്നെ എന്തെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നല്ല എന്ന് വെച്ചാൽ നിങ്ങൾ പണി എടുത്തേ പറ്റത്തുള്ളൂ. അതുള്ള സത്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് പണം ഉണ്ടാകാൻ പറ്റില്ല. ഡേറ്റ കിട്ടുക എന്നാണ് നമ്മുടെ ഏറ്റവും ലാഭത്തെ കാര്യം. അല്ലാതെ ഡേറ്റ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ട്രേഡ് എടുത്ത് നമ്മൾ ഉറപ്പായിട്ട് ലോസ്. ഇപ്പം 100% കാര്യമുള്ളതാണ്. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഡേറ്റ എടുക്കുക എന്നുള്ളതാണ്, ഇൻഫോർമേഷൻ കിട്ടുക എന്നുള്ളത്. ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ എവിടെ കിട്ടും? നിങ്ങൾക്ക് വേറെ എവിടെയും തരേണ്ട, നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഇൻഫോർമേഷൻ കിട്ടും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏത് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇത്. നിങ്ങൾ ബിസിനസ് നടക്കണമെങ്കിൽ നിങ്ങൾ ഇൻഫോർമേഷൻ തപ്പി എവിടെയൊക്കെ പോകണം? മുഴുവൻ തെണ്ടി അലയണം. എന്നാൽ ഇതിന് നിങ്ങളുടെ ലാപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇൻഫോർമേഷൻ ഉണ്ട്. ഇൻഫോർമേഷൻ കിട്ടി ബാക്ക് ടെസ്റ്റ്, അതിനെ കിട്ടി അതിനെ ബാക്ക് ടെസ്റ്റ് കിട്ടി ചെയ്ത് നിങ്ങളൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. ഈ ഡേറ്റയുടെ പുറത്താണ് നിങ്ങൾ ശരിക്കും ഇനി ഫണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫണ്ട് ഇട്ട് ഡേറ്റ നിങ്ങൾക്ക് പറയുകയാണ് നിങ്ങൾ 60% നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ 60% പ്രോഫിറ്റബിൾ ആവാനും ഇത്ര 40% രൂപ. അപ്പം നിങ്ങളൊരു 10 ട്രേഡ് എടുത്താൽ 6 ട്രേഡ് നിങ്ങൾ ലോസ് ആവാനും 4 ട്രേഡ് നിങ്ങൾ 6 ട്രേഡ് പ്രോഫിറ്റ് ആവാനും 4 ട്രേഡ് നിങ്ങൾ ലോസ് ആവാനും ചാൻസ് ഉണ്ട്. ഈ ഒരു ഐഡിയ ഇങ്ങനൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് ആ ഡേറ്റയുടെ പുറത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇമോഷൻസും മാറും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും റിഫൈൻഡ് ഡേറ്റ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ബേസിക് ഡേറ്റ കിട്ടി, ഈ ഡേറ്റയുടെ പുറത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇതിനെ എങ്ങനെ ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ആ സിസ്റ്റത്തിന് മേൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആ സിസ്റ്റത്തിന് എങ്ങനെ നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കാം, ഇച്ചിരി ബെറ്റർ ആയിട്ട് എങ്ങനെ ഇച്ചിരി പ്രോഫിറ്റബിൾ സിസ്റ്റം ആക്കാം എന്നുള്ള കാര്യം ചെയ്ത് ഗൈസ് എങ്ങനെയാണ് നിങ്ങൾ ട്രേഡർ ആവുന്നത്. അല്ലാണ്ട് എന്ത് കൺസെപ്റ്റും എടുത്തോട്ടെ, ഈ കൺസെപ്റ്റിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ഉണ്ടായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. മനസ്സിലായോ? നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു ടേസ്റ്റ് ഉണ്ട്. ആ നിങ്ങളുടെ ടേസ്റ്റ് സാഹചര്യം നിങ്ങൾ കിട്ടുന്നവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. വേറെ ഒരു വഴിയും ഇല്ല. മനസ്സിലായോ? ആദ്യം നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിന്ന് നിങ്ങൾക്ക് എന്താണ് സിസ്റ്റം ബിൽഡ് ചെയ്യാന്ന് മാത്രമാണ്. സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഇൻഫോർമേഷൻ നമ്മളിവിടെ വേണം ചാർട്ടിൽ ഫ്രണ്ട് ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ടിൻ്റെ പരുതുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ട്രാറ്റജി എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ അതിന് റിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യുക. ബാക്കിലോട്ട് പോയി ട്രേഡ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിൽ നിന്ന് ഇത്ര ഡേറ്റ ക്രിയേറ്റ് ചെയ്യുക. ആ ഡേറ്റ ഫുൾ മാനുവൽ അതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ വേണ്ടെന്നാണെങ്കിൽ കുറേ ബാക്ക് ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ പറഞ്ഞല്ലോ, നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ് നിങ്ങൾക്കത് സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന എല്ലാം പോയിട്ട് എല്ലാ സ്ട്രാറ്റജി എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ സക്സസ് ആവത്തുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് ഒരു 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ നിങ്ങൾക്ക് ഡേറ്റ ഞാൻ പറയാം, ഡേറ്റ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇച്ചിരിയും കൂടെ ഇതാവുന്നത്. നിങ്ങൾക്കപ്പോൾ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മുടെ ഡേറ്റ ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഒബ്വിയസ്ലി നമ്മളിങ്ങനെ ആയിരിക്കും സംഭവിക്കുക. നമ്മുടെ പൈസ പോവും, ഒരു ട്രേഡ് കിട്ടും, ഒരു ട്രേഡിൽ പോവും, ഒരു ട്രേഡ് കിട്ടും. അത് സ്വിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ട്രേഡിങ് ആയിക്കോട്ടെ, ഏത് സ്കാൽപ്പിങ് പോലും നിങ്ങൾക്കൊരു ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ആ സിസ്റ്റത്തിൻ്റെ മേളിൽ നിങ്ങൾ കുറച്ച് ട്രേഡ് ചെയ്യുക, കുറച്ച് ഡേറ്റ കിട്ടും. ആ ഡേറ്റയിൽ നിന്ന് പിന്നെ റിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. ആദ്യം നിങ്ങളൊരു പ്രോഫിറ്റബിൾ സിസ്റ്റം, ചെറിയൊരു പ്രോഫിറ്റ്, അത് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കണ്ട, മന്ത്ലി ഇച്ചിരി പ്രോഫിറ്റ് ഉണ്ടാക്കി ആ സിസ്റ്റത്തിന് മേളിൽ നിങ്ങൾ ഒന്ന് റിഫൈൻ ചെയ്തിട്ട് എങ്ങനെ ഇതിനകത്ത് ഇച്ചിരി കൂടെ ഫണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ എല്ലാം ഇതിനകത്ത് ഞാൻ പറയില്ലേ, ഇതിനൊരു പാത്തില്ല, ഒരു വഴിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പല രീതിയിൽ പലർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, കഷ്ടപ്പെടാണ്. സോ ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് അടുത്ത 2025 വരാൻ പോവുകയാണ്. സോ ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾ ഈ ട്രേഡിങ് മാത്രം ഫോക്കസ് ചെയ്യുവാണെങ്കിൽ, ട്രേഡിങ് മാത്രം ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണ്,
മീൻസ് നിങ്ങൾക്ക് ജോലി ഉണ്ടെല്ലാം സമ്മതിച്ചു. ജോലി കഴിഞ്ഞ് നിങ്ങൾ ദിവസം ഒരു 2 മണിക്കൂർ നിങ്ങൾ ട്രേഡിങ്ങിന് വേണ്ടി മാറ്റിവെക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് തുടങ്ങുകയും ആ ഗ്രൂപ്പിനകത്ത് എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും തമ്മിൽ ആഡായിട്ട് നമുക്ക് ഒരുമിച്ച് ഇപ്പം മീൻസ് നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഞാനുണ്ടാവും. ഓക്കെ, ഞാൻ വന്നിട്ട് പഠിപ്പിച്ച് തരാമെന്നല്ല പറയാം. നിങ്ങളുടെ റിവ്യൂ, നിങ്ങൾ ചെയ്യുന്ന ട്രേഡ്, നിങ്ങൾ എടുത്ത ട്രേഡൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്തിടും. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം നിന്നിട്ട് അതിനകത്ത് ഇടാൻ പറയും. ആ ഇടുമ്പം ഞാൻ അനലൈസ് ചെയ്യും. നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഡെയിലി റിവ്യൂ ചെയ്യുന്നത്, നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. ഇതാണ് ഗൈസ് അതായത് നിങ്ങൾക്ക് പേഴ്സണലി പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾക്ക് പേഴ്സണലി എല്ലാ ദിവസവും നിങ്ങൾ മോട്ടിവേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. ഈ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ഗോൾ അതാണ്. ട്രേഡിങ് സെറ്റാക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റ നിങ്ങൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഞാനത് നോക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഒരു എക്സ്റ്റേണൽ പ്രഷറിലൂടെ നിങ്ങൾ എന്ത് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും യൂട്യൂബിലുണ്ട്. ഇനിയും അതും ഇതിലേക്ക് നമുക്ക് പുറത്ത് പഠിക്കുന്നവർക്ക് പഠിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഷാരിക്ക് പറയുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിച്ച് തരുന്നവർ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നവരെ പഠിപ്പിച്ചു കൊടുക്കാവൂ എന്നൊരു സംഭവത്തിന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് മാറ്ററാണ്. ഓക്കെ, പൈസ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് പഠിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നവരെല്ലാം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ആ ഒരു ഫീൽഡിലേക്ക് ഞാനും ആ ഒരു ട്രേഡർ ആവണമെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പം സി എ പഠിച്ചവർ മാത്രമാണ്, CA പാസ്സായവർ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അല്ല, CAയുടെ മേളിൽ എക്സ്പീരിയൻസ് ഉള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവരുടെ എക്സ്പീരിയൻസ് മാറ്റേഴ്സാണ്. ഇപ്പോൾ എൻ്റെ ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസ് അത് മാറ്ററാണ്. ഇപ്പം ഒന്നും ഇല്ലാത്തവന് വരുന്നവന് ഈ 4-5 വർഷം എന്ന് പറഞ്ഞാൽ മാറ്ററാണ്. അപ്പം അത് ഉറപ്പായിട്ടും ഞാൻ 4-5 വർഷമായിട്ട് എഫേർട്ട് ഇട്ട് അത് ക്രിയേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ എല്ലാവരും വന്നിട്ട് 2 വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ പ്രോഫിറ്റബിൾ ആവും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സോ എനിക്ക് സ്റ്റാർട്ട് സമയം അത് കരുത് എല്ലാവരും അങ്ങ് അച്ചീവ് ചെയ്തിട്ടല്ലല്ലോ നമ്മളെല്ലാം പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ടീച്ചേഴ്സിനെ നോക്കുകയാണെങ്കിൽ ടീച്ചർമാർ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പാസ്സാവുന്നു, പഠിപ്പിക്കുന്നു. അല്ലാതെ അവരാരും ഫിസിക്സിൻ്റെ ഏറ്റവും വലിയ പുതു നിയമം കണ്ടുപിടിച്ചവരല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. അവർ പഠിപ്പിക്കുക എങ്ങനെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവും. മനസ്സിലാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് നിങ്ങളുടെ അടുത്തൊരു വർഷത്തേക്ക് 1 തിങ് എന്ന് പറഞ്ഞ സംഭവം, നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞാൽ 375 ദിവസവും നിങ്ങളുടെ ദിവസം 2 മണിക്കൂർ വെച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറഞ്ഞാൽ ട്രേഡിങ് പഠിച്ചെടുക്കാൻ തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പഠിച്ചെടുക്കണമെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ കമൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെ പോകണം, നിങ്ങളുടെ വീക്ക് സൈഡ് എവിടെയാണ്. സോ ഇതിനെയാണ് നമ്മൾ ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് പറയും. നിങ്ങളുടെ വീക്ക് സൈഡ് നോക്കി നമ്മൾ അവിടെ നിങ്ങൾക്ക് കുറേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. അതിന് എന്തൊക്കെ ചെയ്യാനുള്ള ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ അറ്റൻഷൻ കിട്ടി നമ്മൾ ആ കാര്യം പഠിച്ചു. നിങ്ങളും പഠിക്കുമ്പോൾ ഞാനും പഠിക്കും. ഓഫ് കോഴ്സ് നമ്മൾ രണ്ടുപേരും പഠിക്കുകയാണ്. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ട്രേഡിങ് പഠിക്കേണ്ടത് ശരിക്കും. അല്ലാണ്ട് നിങ്ങൾ കാണുന്ന എല്ലാ ചറവറ വാരി കൂട്ടി സമയം കളയുന്നതിന് പകരം നിങ്ങൾ ആ സമയം പ്രാക്ടീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫോക്കസോടെ നിങ്ങൾ ആ ട്രേഡിങ്ങിൽ നിങ്ങളുടെ ആ ഒരു ഡേറ്റ കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.